ഈ റഷ്യക്കാർക്കൊക്കെ എന്ത് ജാതി, എന്ത് മതം, എന്ത് ജാതകം അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ റഷ്യക്കാരുടെ കാര്യം ഇപ്പോൾ പറഞ്ഞതെന്നല്ലേ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു പ്രൊപ്പോസലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് വിവാഹം നോക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചതാണ്. ഈ അച്ഛനും അമ്മയും ജാതകത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആ ചെറുക്കന് വിവാഹം നടക്കുന്നേ ഇല്ല. അങ്ങനെ 2 വർഷം മുമ്പ് ഈ ചെറുക്കൻ ജോലിയുടെ ആവശ്യത്തിനായിട്ട് റഷ്യക്ക് പോയി. ഈ റഷ്യയിൽ ചെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചെറുക്കൻ നൈസായിട്ട് ഒരു റഷ്യക്കാരനെ പ്രേമിച്ചങ്ങ് വിവാഹം കഴിച്ചു. അവിടെ വെച്ച് തന്നെ കഴിച്ചു. പിന്നീട് ഇത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊപ്പോസലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അച്ഛനെ വിളിക്കേണ്ടായി. അച്ഛനെ വിളിച്ച സമയത്ത് അച്ഛൻ പറയും, ഇനി നോക്കണ്ട, ആളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, എവിടെ നിന്നാണ് വിവാഹം നടന്നത്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ചോദിച്ചു. ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെയുള്ള റഷ്യയിലുള്ള ആളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് നമ്മളോട് വെച്ചു. പിന്നെ നമ്മൾ കോള് കട്ടതിന് ശേഷം നമുക്ക്, കാരണം അവരുടെ രീതികൾ, അവർ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കറിയാലോ. ഇതോർത്ത് നമ്മുടെ പാനലിൽ കുറേ നേരം ചിരിച്ചു. ശരിയല്ലേ? ഈ ജാതകമൊക്കെ എന്ത് നോക്കണത്? മക്കൾ വേറെ എവിടെയെങ്കിലും പോയി, ഏതെങ്കിലും രാജ്യത്ത് പോയി, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രണയിച്ച് കല്യാണം കഴിക്കും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ വിവാഹം ശരിക്കും കൂടാനും കഴിഞ്ഞില്ല. പിന്നീട് നാട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷൻ പോലെ നടത്തുകയാണ് ഉണ്ടായെന്നാണ് അച്ഛൻ പറഞ്ഞത്.